പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാരോപിച്ച് ബി.ജെ.പി. രംഗത്തെത്തി. അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ടി.എം.സി പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കി അവർ വർഗീയ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയാണെന്ന് അവർ ആരോപിച്ചു. ശ്രീരാമനെക്കുറിച്ച് അവരുടെ പാർട്ടി എം.എൽ.എ. മദൻ മിത്ര നടത്തിയ പരാമർശങ്ങളിൽ ശ്രീമതി ബാനർജിയുടെ മൗനത്തെ ചോദ്യം ചെയ്ത ബി.ജെ.പി. ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ അവരുടെ നിർദ്ദേശപ്രകാരം ടി.എം.സി നേതാക്കൾ ഹിന്ദു ദേവതകളെയും വിശ്വാസത്തെയും കുറിച്ച് ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയാണെന്ന് അവകാശപ്പെട്ടു. പ്രഭുറാം ഹിന്ദുവല്ല മുസ്ലിമാണെന്ന് ടി.എം.സി എം.എൽ.എ. മദൻ മിത്ര പറഞ്ഞിരുന്നു. കോടിക്കണക്കിന് ഹിന്ദുക്കളെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വേദനിപ്പിക്കുകയും ചെയ്തു. പക്ഷേ മമതാ ബാനർജി അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്തത്. ന്യൂഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് നടന്ന പത്രസമ്മേളനത്തിൽ ശ്രീ ഭാട്ടിയ പറഞ്ഞു, മദൻ മിത്രയെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ബി.ജെ.പി. വക്താവ് ചോദിച്ചു. മമതാ ബാനർജി എങ്ങനെയാണ് വർഗീയ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നതെന്ന് ഇത് കാണിക്കുന്നു. ഹിന്ദു മുസ്ലിം കലാപങ്ങൾ സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയതിനാൽ ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കാൻ ഇത്തരം വർഗീയ പ്രസ്താവനകൾ നടത്താൻ മമത തന്റെ പാർട്ടി നേതാവിനോട് നിർദ്ദേശം നൽകുന്നുണ്ടെന്നും ഭാട്ടിയ ആരോപിച്ചിട്ടുണ്ട്. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മമതാ ബാനർജിയുടെ കീഴിലായതിനാൽ സംസ്ഥാനത്ത് ക്രമസമാധാന പാലനവും സമാധാനവും ഉറപ്പാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. വർഗീയ പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടി.എം.സി മേധാവിയുടെ വോട്ടിനു വേണ്ടിയുള്ള പ്രീണന രാഷ്ട്രീയം അവരുടെ മുൻകാല അഭിപ്രായങ്ങളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും വ്യക്തമാണെന്നും ബി.ജെ.പി. വക്താവ് അവകാശപ്പെട്ടു. 2019 ആരോ അവളെ ജയ് ശ്രീറാം എന്ന് വിളിച്ചപ്പോൾ അവൾ ദേഷ്യത്തോടെ കാറിൽ നിന്നും ഇറങ്ങിവന്ന് അവനോട് നിന്നെ ഞാൻ ജീവനോടെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. മഹാകുംഭമേളയെ മൃത്യുകുംഭമെന്ന് അവൾ വിളിച്ചതും നമ്മൾ കണ്ടു, അദ്ദേഹം ആരോപിച്ചതാണ്. മമതാ ബാനർജിയും അവരുടെ പാർട്ടിയിലെ നേതാക്കളും എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കാത്തത്? അവർക്കോ അവരുടെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കോ മറ്റേതെങ്കിലും മതത്തിനെതിരെ ആക്ഷേപകരമായ പ്രസ്താവനകൾ നടത്താൻ ധൈര്യമുണ്ടോ എന്നും ബി.ജെ.പി. വക്താവ് ചോദിച്ചു. മമതാ ബാനർജി ഹിന്ദുക്കളെ രണ്ടാം തരം പൗരനായിട്ടാണ് കാണുന്നത്, അദ്ദേഹം ആരോപിച്ചതും ഇങ്ങനെയാണ്. അടുത്ത വർഷം പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ടി.എം.സിക്ക് ജനങ്ങൾ ഉചിതമായ മറുപടി നൽകുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.